വൈകുന്നേരം ആകുമ്പോഴത്തേക്കും എൻ്റെ കഴുത്തിന് ആരോ പിടിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യും. എനിക്കൊരുപാട് ഭയങ്കര പേടി തോന്നും. തലയിലൂടെ എന്തോ ഇഴജന്തുക്കൾ നടക്കുന്ന പോലെ തോന്നുന്നുണ്ട്. എൻ്റെ കൈയൊക്കെ പൊങ്ങി വരുന്നുണ്ട്, കയ്യിലൊക്കെ മുഴയുണ്ട്. അപ്പോൾ അപ്പയും കൂടി പോയത് കാരണം പിന്നെ എനിക്ക് ഈ ലോകം തന്നെ എല്ലാം നഷ്ടപ്പെട്ട പോലെയായി. എൻ്റെ ഉമ്മാനെയും ഉമ്മാനെയൊക്കെ നീ കൊണ്ടുപോയി, ഇനി എൻ്റെ കുഞ്ഞുങ്ങളെയെങ്കിലും ബാക്കി തരണേന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പിന്നെ കുറച്ച് കഴിഞ്ഞ് മോൻ ഓക്കെ ആയി. പിറ്റേന്ന് അതേ സമയത്ത് എനിക്ക് ഒരു നെഞ്ചിടിപ്പ് വന്ന് എൻ്റെ ശരീരമൊക്കെ തളരുന്ന പോലെയായി, എൻ്റെ തല പെരിക്കുന്ന പോലെയായി. പിന്നെ എനിക്ക് തീരെ നിൽക്കാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, വെള്ളം പോലും കുടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എന്തോ ആവുന്നുണ്ടെന്ന്. അപ്പോൾ സഹായിക്കാൻ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവരോട് പറഞ്ഞു എനിക്ക് എന്തോ ആവുന്നുണ്ട്, എന്നെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞത് പ്രഷർ കുറച്ച് കൂടുതലാണ്, വേറെ ഒന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് ഞാൻ മരിക്കാൻ പോകുന്നുണ്ടെന്നും അത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അല്ലെങ്കിൽ വേറൊരു തീർത്തും എൻ്റെ മാനസിക അവസ്ഥ തകരാറിലാവുകയായിരുന്നു എന്നുള്ളത് എനിക്ക് അന്ന് മനസ്സിലായിട്ടില്ലായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ അവരോട് പറഞ്ഞത് എനിക്ക് എന്തോ ആവുന്നുണ്ട്, എനിക്ക് ഒന്നുകൂടി എന്നെ ചെക്ക് ചെയ്യൂ എന്നൊക്കെയാണ് ഡോക്ടറോട് പറഞ്ഞത്. ഒന്നുമില്ല കുട്ടി, പ്രഷർ കുറച്ച് കൂടുതലാണെന്നേ ഉള്ളൂ, തിരിച്ചു പോയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ വന്ന് പിന്നെ ഞാൻ 6 മാസത്തോളം ഞാൻ ഉറങ്ങിയിട്ടേയില്ല. രാത്രി ഉറങ്ങാൻ പറ്റൂല. രാത്രി ഉറങ്ങാത്തത് കാരണം രാവിലെ ഭയങ്കര ക്ഷീണമായിരുന്നു. പിന്നീട് ആ സ്ത്രീ പോയി കഴിഞ്ഞതിന് ശേഷം ഞാനും ഈ 3 കുഞ്ഞുങ്ങളും മാത്രം ഒറ്റയ്ക്കായി. ആളിങ്ങനെ എപ്പോഴെങ്കിലും വല്ലപ്പോഴും വരുമ്പോൾ ഞാൻ കാല് പിടിച്ചിട്ട് പറയും എൻ്റെ കൂടെ ഒന്ന് ഇരുന്നാൽ മതി, എനിക്ക് പേടിയാവുന്നു എന്ന്. വൈകുന്നേരം ആകുമ്പോൾ എനിക്ക് പേടിയാവാൻ തുടങ്ങും, എൻ്റെ തല പെരിക്കുന്ന പോലെ തുടങ്ങും, നെഞ്ചിടിപ്പ് തുടങ്ങും, എൻ്റെ ശരീരം തളരുന്ന പോലെ തുടങ്ങും. പേടിച്ചിട്ട് ഞാനിങ്ങനെ ഇരിക്കും. അപ്പോൾ ആ സമയങ്ങളിൽ ഞാൻ കുളിക്കാറില്ല, എൻ്റെ മക്കളെ കുളിച്ചു കൊടുക്കാറില്ല. ഫുഡ് എപ്പോഴെങ്കിലും ആക്കി കഴിച്ചു, എങ്ങനെയെങ്കിലും കഴിക്കും. പലപ്പോഴും ഞാൻ കിടന്നിട്ടാണ് ഉണ്ടാവുക. മൂത്ത 2 കുട്ടികൾ വലിയ പ്രശ്നക്കാരല്ലാത്തത് കാരണം അവരും അങ്ങനെ വളർന്നു. അങ്ങനെ ഒരു ദിവസം എനിക്ക് കൂടുതൽ തീരെ വയ്യാണ്ടായി. മൈഗ്രെയിൻ വരാറുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ മൈഗ്രെയിന് കൂടി തല കറങ്ങാൻ തുടങ്ങി. അന്ന് ഞാൻ ഫോൺ ചെയ്തിട്ട് ഞാൻ ഒരുപാട് ആളോട് പറഞ്ഞു ഒന്നിങ്ങ് നാട്ടിലേക്ക് വരുമോ, എനിക്ക് തീരെ പറ്റുന്നില്ല. ആൾ നാട്ടിൽ തന്നെ ഉണ്ട്, പക്ഷേ വരുന്നില്ല. അപ്പോൾ ഒരുപാട് ഞാൻ കരഞ്ഞു പറഞ്ഞു എൻ്റെ കൂടെ ഒന്ന് ഇരിക്കുക, എനിക്ക് ഒന്നും വേണ്ട, ഒരു സഹായത്തിന് ഒരാളെ കണ്ടാൽ മതി, അതുകൊണ്ട് എൻ്റെ കൂടെ ഒന്ന് വന്നിരിക്കുമോ എന്ന് ചോദിച്ചിട്ട് ആൾ കേട്ടിട്ടില്ല, ഫോൺ കട്ട് ചെയ്തു. എനിക്ക് തല കറങ്ങിയിട്ട് ഞാൻ കുറേ വൊമിറ്റ് ചെയ്തു, തളർന്നിട്ട് കിടന്നു. എൻ്റെ മക്കളെ ചുറ്റും ഇരുന്നിട്ട് കരയായിരുന്നു. എനിക്ക് അവരെ നോക്കാൻ പോലും ആ സമയത്ത് പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു ദിവസം വീട്ടിൽ വന്ന സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് പറ്റുന്നില്ല, കാരണം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും എൻ്റെ കഴുത്തിന് ആരോ പിടിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യും. എനിക്കൊരുപാട് ഭയങ്കര പേടി തോന്നും. എന്താ പറയുക, ഫുഡ് മര്യാദക്ക് കഴിക്കാറേ ഇല്ലായിരുന്നു. വീടൊക്കെ ക്ലീൻ ചെയ്യാനോ അല്ലെങ്കിൽ വേറെ ഒരു കാര്യത്തിനും എനിക്ക് പറ്റാറില്ലായിരുന്നു. മുഴുവൻ സമയം കിടക്കുക, കുഞ്ഞിന് പാലോട്ടും കുഞ്ഞിന് തിരിച്ച് പാലോട്ടും അതേപോലെ തന്നെ കിടക്കുക. കുഞ്ഞാണെങ്കിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ലാത്ത മക്കളായിരുന്നു ആ 3 കുട്ടികളും. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ പറഞ്ഞു എന്നെ ഒന്ന് ഡോക്ടറെ കാണിക്കണം, എനിക്ക് തീരെ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ ഡെയിലി അപ്പുറത്തെ വീട്ടിൽ നിന്ന് പോയിട്ട് ഫോൺ ചെയ്യും ആളെ. അപ്പോൾ ഫോൺ ചെയ്ത് ശല്യം കാരണം ആൾ നാട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു ഓക്കെ നമുക്ക് ഡോക്ടറെ കാണിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് എൻ്റെ തൊട്ടടുത്ത ടോക്കൺ വിളിച്ചപ്പോൾ ഞാൻ ഇറങ്ങി ഓടി. എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് ഞാൻ വണ്ടിയിൽ കയറിയിരുന്ന് വീട്ടിലേക്ക് വന്നപ്പോൾ പിന്നെ വീണ്ടും ഷൗട്ടിങ്ങും പ്രശ്നമാക്കാനും തുടങ്ങി. ഇതൊക്കെ നീ അഭിനയിക്കുന്നതാണെന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് ഒരു വൈദ്യരെ ഞാൻ കോൾ ചെയ്തിട്ട് ഞാനിങ്ങനെ പറഞ്ഞു എനിക്ക് തീരെ പറ്റുന്നില്ല, എൻ്റെ കാലിൻ്റെ ഉള്ളിലൂടെ ഒരു ചൂട് പോലെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, എന്തോ എനിക്ക് പറ്റുന്നുണ്ട്, എൻ്റെ തല പെരിക്കുന്നുണ്ട്, എൻ്റെ തലയിലൂടെ എന്തോ ഇഴജന്തുക്കൾ നടക്കുന്ന പോലെ തോന്നുന്നുണ്ട്, എൻ്റെ കൈയൊക്കെ പൊങ്ങി വരുന്നുണ്ട്, കയ്യിലൊക്കെ മുഴയുണ്ട്, ഒക്കെ എനിക്ക് തോന്നലാണ്. പക്ഷേ ഞാനിങ്ങനെ പറയാണ് എനിക്കെന്തോ ആവുന്നുണ്ട്, ഞാൻ മരിക്കാൻ പോവുകയാണ്, എനിക്ക് ഉറക്കമില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കരഞ്ഞപ്പോൾ അവർ പറഞ്ഞു മോൾക്കൊന്നുമില്ല, ഞാനൊരു മരുന്ന് തരാം, എന്തായാലും അത് കുടിച്ച് നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവരൊരു 2 ടോണിക്ക് തന്നു. ആ ടോണിക്ക് വന്നിട്ട് എൻ്റെ കയ്യിൽ കിട്ടിയതിന് ശേഷം ഞാൻ കണ്ടൻറ്റ് നോക്കുമ്പോഴാണ് അതിൽ ബ്രഹ്മിയൊക്കെ കണ്ടൻറ്റായിട്ട് കാണുമ്പോഴാണ് എനിക്കെന്തോ മൈൻഡിനാണ് എൻ്റെ പ്രശ്നം എന്ന് മനസ്സിലായത്. അത്ര വരെ എൻ്റെ ഉമ്മയും ഒക്കെ പോയതുപോലെ എനിക്ക് വേറെന്തോ രോഗമാണ്, ഞാൻ മരിക്കാൻ പോവുകയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
അപ്പോൾ ആ മരുന്ന് കുടിച്ചതിന് ശേഷം പിന്നെ പതിയെ പതിയെ എനിക്ക് ഉറക്ക് വരാൻ തുടങ്ങി. ഉറക്കമൊക്കെ ശരിയാവാൻ തുടങ്ങി. ഏകദേശം ഞാൻ നോർമൽ ആവാൻ തുടങ്ങി. നോർമൽ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് നോർമലല്ല, പക്ഷെ എന്നാൽ പോലും ഉറക്ക് സാധാരണ നിലയിലായി. അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനൊരു ഉണർവൊക്കെ കിട്ടാൻ തുടങ്ങി. പക്ഷേ ഈ പറയുന്ന പോലെ നെഞ്ചിടിപ്പ്, ആരെങ്കിലും ബെല്ലടിക്കുന്ന സമയത്ത് ചെവിയിൽ നിന്നിങ്ങനെ ഒരു സൗണ്ട് ഇങ്ങനെ വരും. എനിക്ക് പേടിച്ചിട്ടിങ്ങനെ ആ ബെല്ലടിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഒന്ന് ഷിവർ ചെയ്യും. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ആ വൈദ്യരെ കാണുന്നത് ഒരു കാരണം മാത്രമായിരുന്നു. എൻ്റെ മൈൻഡ് ഓക്കെ ആയിന്ന് ഞാൻ ചെറിയൊരു വിശ്വാസം മാത്രമായിരുന്നു. പക്ഷേ ഈ പേടിയും ഈ ഒരു ആങ്സൈറ്റി പ്രശ്നമൊക്കെ പിന്നീട് എന്നെ വിടാതെ പിന്തുടരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു കാലയളവിലായിരുന്നു എൻ്റെ വീട്ടുകാർ പറഞ്ഞു, എപ്പോഴും ഇങ്ങനെ പോയാൽ പറ്റില്ലല്ലോ, അപ്പോൾ നിൻ്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അത് വിറ്റിട്ട് കടം കുറച്ച് വീടാന്ന് പറഞ്ഞു. അങ്ങനെ പ്രോപ്പർട്ടി വിൽക്കുന്ന സമയത്ത് വിറ്റ് കടം വീടാൻ വേണ്ടിയിട്ട് ആളെ എല്ലാം ഏൽപ്പിച്ചു. അപ്പോൾ ആ ക്യാഷ് ഫുൾ കടം വീടാതെ ആള് ദൂർത്തടിച്ച് കളഞ്ഞു. അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു വിചാരം എന്ന് പറഞ്ഞാൽ ഞാൻ അവരുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെന്നായിരുന്നു എൻ്റെ ഒരു ചിന്ത. കാരണം എന്തായാലും ക്യാഷ് ഉണ്ടാവും, കാരണം പുള്ളിക്കാരൻ ഫുള്ളായിട്ട് കടം വീട്ടിയിട്ടില്ല. അപ്പോൾ കടക്കാർ പറയുന്ന സമയത്ത് അവർ വീണ്ടും വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഇവർ നേരെ പകുതി മാത്രമേ എനിക്ക് തരാൻ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അവരുമായിട്ടൊരു ഇഷ്യൂ ഉണ്ടായിട്ടാണ് കടം പിന്നെ തീർക്കാതിരുന്നത്. അപ്പോൾ അങ്ങനെ ആ ബാക്കി എമൗണ്ട് കയ്യിലുണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ ഞാൻ ദുബായിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വിസയൊക്കെ റെഡിയാക്കാൻ വേണ്ടി പറഞ്ഞു. കുറേ കാലം പിടിച്ചിട്ടാണ് ആൾ സമ്മതിച്ചത്. അത് ഓക്കെ, ഞങ്ങൾ പോകാമെന്നുള്ള ഒരു ലെവലിലെത്തി. അപ്പോൾ ഒരു 2-3 ദിവസം മുന്നേ എൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല പോകാനെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത്രയും ക്യാഷ് എന്താ ചെയ്തത്, നിങ്ങൾ എന്താ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അത് അങ്ങനെ എങ്ങനെ പോയി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ മൊത്തം തകർന്നു പോയി. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഒരുപാട് കരഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ വീട്ടുകാരോട് ഇനിയൊന്നും പറയാൻ പറ്റൂല, കാരണം എൻ്റെ ഉള്ള പ്രോപ്പർട്ടിയും പോയി. അവരെന്നെ വിശ്വസിച്ചിട്ട് അവർ പറഞ്ഞത് ബാക്കി ബാങ്കിലിടാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്, അല്ലെങ്കിൽ വേറൊരു എന്തെങ്കിലും ഒന്നും എനിക്ക് ഉപകാരപ്രദമായിട്ടുള്ള വാങ്ങാനാണ് പറഞ്ഞത്. അതങ്ങനെ ചെയ്യേണ്ടായിരുന്നു. എൻ്റെ മാമന്മാരെയോ അല്ലെങ്കിൽ ഞാൻ തന്നെ അത് ഹാൻഡിൽ ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ ആൾ ഒട്ടും സമ്മതിക്കില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ കരഞ്ഞ സമയത്ത് ഫ്രണ്ട് എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, എൻ്റെ കയ്യിൽ അവളുടെ വീട് പണി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ അങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടാണ് ആൾ ഗൾഫിലേക്ക് പോകുന്നത്. പോയിട്ട് 6 മാസം കഴിഞ്ഞ് 8 ലക്ഷം രൂപ കടാക്കിയിട്ട് വീണ്ടും ആൾ തിരിച്ചു വന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഒന്നും വോയിസ് ഇല്ല, പറയുന്നത് കേൾക്കൂല, ആളെന്താണോ ശരി പറയുന്നത് അത് ഞാൻ അനുസരിക്കുക എന്നല്ലാതെ വേറെ നിവൃത്തിയില്ല. ഒന്നാമത് ഞാൻ മുന്നേ എൻ്റെ വീട്ടുകാരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെന്നെ സപ്പോർട്ട് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഇത് എന്താണോ മുന്നോട്ട് പോകുന്നത് ഇങ്ങനെ അങ്ങ് മുന്നോട്ട് പോയിക്കോട്ടെ എന്നുള്ളതായിരുന്നു എൻ്റെയും ചിന്ത. അങ്ങനെ ഞാൻ വീണ്ടും ഗർഭിണിയാവുകയാണ്. ഗർഭിണിയായി കഴിഞ്ഞിട്ട് ഒരു പ്രസവിക്കുന്നത് വരെ ഈ പറഞ്ഞ പോലെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പ്രസവിക്കാൻ നേരം ഒരു 3 മാസം മുന്നേ ബാപ്പ വീട്ടിൽ വന്ന് നിന്നു. അപ്പോൾ അങ്ങനെ ബാപ്പ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. അതായത് എൻ്റെ ഫുഡ് മക്കളുടെയും എല്ലാം ചിലവ് ബാപ്പയായിരുന്നു അന്നേരം വഹിച്ചിരുന്നത്. അങ്ങനെ പ്രസവിക്കാൻ നേരം ആളുടെ കയ്യിൽ ഒന്നും ക്യാഷില്ല. പ്രസവ ഡേറ്റ് അടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞാൻ എൻ്റെ എനിക്കൊരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഖത്തറിലുള്ള കുറച്ച് ഫ്രണ്ട്സ്. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു, എനിക്ക് പ്രസവിക്കണമെങ്കിൽ ഡെലിവറി അടുത്തു, എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി സഹായിച്ചിട്ടാണ് ഞാൻ പ്രസവിക്കുന്നതും പ്രസവത്തിൻ്റെ എല്ലാ കാര്യങ്ങളും, അത് ഹോം നേഴ്സിൻ്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ചിലവായിക്കോട്ടെ, അതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ് വഹിച്ചത്. ആ സമയത്ത് ഞാൻ പ്രസവിക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടേറിയ പ്രസവമായിരുന്നു. ഡോക്ടർ പറഞ്ഞത് ഒന്നുകിൽ അമ്മ അല്ലെങ്കിൽ കുഞ്ഞിനെ നിങ്ങൾക്ക് കിട്ടുള്ളൂ എന്ന് എൻ്റെ ബാപ്പാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഭയങ്കര പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ പ്രസവിച്ചതാണ്. അത്രയും ബുദ്ധിമുട്ടേറിയതായിരുന്നു എൻ്റെ പ്രസവം. പ്രസവിച്ച് കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞത്, നസീറ, ഇനി നിന്നെ കൊണ്ടാവില്ല, ഇത്രയും അബോഷനും ഇത്രയും പ്രസവമൊക്കെ ആയി, നിന്നെക്കൊണ്ട് ഇനി പറ്റൂല മോളെ, നീ എത്രയും പെട്ടെന്ന് പ്രസവം നിർത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ആളോട് പറയുമ്പോൾ ആൾ കേൾക്കൂല. ആൾ പറയും വേണ്ട, ഇപ്പം നിർത്തണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അത് അങ്ങ് കഴിഞ്ഞു. മോനൊരു 4 മാസമാകുമ്പോൾ എൻ്റെ ബാപ്പാക്ക് ക്യാൻസർ വന്ന് ബാപ്പ മരിച്ചു. എൻ്റെ വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു മരിക്കുന്നത്. ബാപ്പാൻ്റെ മരണം എന്നെ എല്ലാ തരത്തിലും പിന്നെ തളർത്തി കളഞ്ഞു. കാരണം അത്ര വരെ ഉണ്ടായിരുന്നത് എനിക്ക്
ഒന്നുമില്ലെങ്കിൽ എനിക്ക് ബാപ്പാനോട് എന്തെങ്കിലുമൊക്കെ പറയായിരുന്നു. കാരണം ബാപ്പാക്ക് ബാപ്പ ടീച്ചറായിട്ട് ബാപ്പ റിട്ടയർഡ് ആയതാണ്. പക്ഷേ ബാപ്പാൻ്റെ ക്യാൻസറായിരുന്നു ബാപ്പാക്ക്. അപ്പോൾ ആ ചികിത്സയൊക്കെ ചെയ്യാനുള്ള പൈസ മാത്രമേ എൻ്റെ ബാപ്പാൻ്റെ അടുത്ത് ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് പോലും പലപ്പോഴൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ടായിരുന്നു. ആ സമയത്ത് ബാപ്പയും കൂടി പോയത് കാരണം പിന്നെ എനിക്ക് ഈ ലോകം തന്നെ എല്ലാം നഷ്ടപ്പെട്ട പോലെയായി. 4 കുഞ്ഞുങ്ങളുണ്ട്, ഉത്തരവാദിത്ത ബോധമില്ലാത്ത ഭർത്താവ്. അപ്പോൾ ബാപ്പാൻ്റെ മരണശേഷം വീണ്ടും എനിക്ക് ഡിപ്രഷൻ വരാൻ, ആ ഒരു ആങ്സൈറ്റിയും ആ ഒരു പ്രശ്നങ്ങളൊക്കെ എനിക്ക് വീണ്ടും വരാൻ തുടങ്ങി. ഞാൻ കിടന്ന കിടപ്പിൽ തന്നെയായിരിക്കും അധികവും. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ബാപ്പ മരിച്ച സമയത്ത് എനിക്ക് പൊട്ടിക്കരയാൻ പോലും പറ്റിയിട്ടില്ല. പിന്നീട് അങ്ങോട്ട് കരയാൻ പറ്റുന്നില്ല, എനിക്ക് ഒന്നും പറ്റുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ വീണ്ടും പ്രഗ്നൻ്റായി. മോനിക്ക് 9 മാസമാകുമ്പോൾ ഞാൻ വീണ്ടും പ്രഗ്നൻ്റായി. ഈ പറയുന്ന പോലെ പ്രഗ്നൻ്റ് ആണെന്ന് എനിക്കറിയില്ല. ഒരു 2 മാസമൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിൽ അങ്ങനെ ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും ഈ ഹസ്ബൻഡ് എവിടെയാണ്? ഹസ്ബൻഡ് ഇടയ്ക്ക് വരും, വന്നിട്ട് പോകും, എല്ലാ സമയവും ട്രിപ്പിലായിരിക്കും. അതായത് കാറുണ്ട്, മൂപ്പര് എൻ്റെ പേരിൽ കാർ എടുത്തതാണ്, എൻ്റെ പേരിൽ ഒരുപാട് കടം. പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് എനിക്ക് തീരെ വയ്യായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ വരുന്ന സമയത്ത് എനിക്ക് വീണ്ടും അതേ പ്രശ്നങ്ങൾ പുള്ളിക്കാരന് ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് പുള്ളിക്കാരൻ എന്നോട് പറയുന്നത്, നമുക്ക് ഈ വീട് മാറാം, നമുക്ക് വേറൊരു സ്ഥലത്തേക്ക്, വേറൊരു അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകാമെന്ന് പറയുന്നത്. പക്ഷേ അതൊരു പുള്ളിക്കാരൻ്റെ ഒരു ട്രിക്കായിരുന്നുള്ളത് പിന്നെയാണ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഞാൻ കരുതി ഓക്കെ, എന്നെയും എൻ്റെ മക്കളെയും നന്നായിട്ട് നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ ആളൊരു അപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മളെ കൂട്ടി പോവുകയാണ്. അപ്പാർട്ട്മെൻറ്റിലേക്ക് പോയി കഴിഞ്ഞിട്ട് പിന്നീട് അവിടുന്ന് ഈ പറയുന്ന പോലെ എപ്പോഴും പ്രശ്നങ്ങളും. കാരണം വീട്ടിലാണെങ്കിൽ തൊട്ടടുത്ത് വീട്ടുകാരുണ്ട്, എൻ്റെ ബന്ധുക്കളുണ്ട്. പക്ഷേ പുറമേ ഇത് കുറച്ചും കൂടി ടൗണിലേക്കാണ് നമ്മൾ മാറിയത്. അപ്പോൾ വേറെ ആരും ഇല്ല. അപ്പോൾ ഒന്നും എനിക്ക് വേറെ ആരോട് തുറന്നു പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ നിന്നാണ് ഞാൻ പ്രസവിച്ച് മോളായിരുന്നു. പ്രസവിച്ച് ആ ഒരു സമയങ്ങളിലൊക്കെ എൻ്റെ ബാപ്പ രണ്ടാമത് കല്യാണം കഴിച്ച ആമ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരു 2 മാസമൊക്കെ ആമ ഉള്ളത് കാരണം ആ ഒരു സമയം അങ്ങനെ അങ്ങ് കടന്നുപോയി. അത് കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത്. ആൾ റെൻറ്റ് കൊടുക്കുന്നില്ല. ഒരു വർഷവും 2 മാസത്തോളം ആൾ റെൻറ്റ് കൊടുത്തിട്ടില്ല. അതായത് ഞങ്ങൾ പോയി കഴിഞ്ഞ് ആകെ 1-2 മാസം റെൻറ്റ് കൊടുത്തിട്ടുള്ളൂ. അത് പിന്നീടാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ റെൻറ്റ് കൊടുക്കാത്തത് കാരണം ഓണർ വന്നിട്ട് എന്നെ വഴക്ക് പറയാൻ തുടങ്ങി. ഇതേപോലെ കടക്കാരും പ്രശ്നങ്ങളും എപ്പോഴും കോളും എന്നെയാണ് എല്ലാവരും വന്നിട്ട് കാണുന്നത്. അപ്പോൾ ഫ്ലാറ്റിലാണ് നിൽക്കുന്നത്. കമ്മ്യൂണിറ്റി ലിവിങ് ആ ഒരു അസോസിയേഷൻ കാര്യങ്ങളൊക്കെ ഫ്ലാറ്റിലുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ ഈ പ്രശ്നങ്ങൾ അവർക്കും ബുദ്ധിമുട്ടായി. കാരണം ആൾക്കാർ വരിക. അപ്പോൾ അവരെല്ലാവരും എന്നോടാണ് വന്നിട്ട് പറയുക, ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഇങ്ങനെ പ്രശ്നമുണ്ട്, പോലീസുകാർ വരുന്നു, ഓരോ പ്രശ്നം ഇങ്ങനെ നടക്കുന്നു. അപ്പോൾ അവരെന്നോട് കർശനമായിട്ട് പറഞ്ഞു എന്തായാലും എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണമെന്ന്. ആ സമയത്ത് ഞാൻ തളർന്നിരിക്കുകയായിരുന്നു. പുള്ളിക്കാരനോട് ഒന്നും പറയുന്നത് പുള്ളിക്കാരൻ കേൾക്കില്ല. എന്ത് പറയുമ്പോഴും അത് അങ്ങനെയല്ല, നീ വിചാരിക്കുന്ന പോലെയല്ല, നീ മിണ്ടാതിരുന്നാൽ മതി, അത് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്നൊക്കെയായിരുന്നു. അപ്പോൾ എന്ത് പറഞ്ഞാലും ഞാൻ എൻ്റെ ശബ്ദം ഉയർത്തി പറഞ്ഞാൽ അത് പിന്നീട് എൻ്റെ ഒരു അടിയിലേക്കായിരിക്കും കലാശിക്കുക. അത് പേടിച്ചിട്ട് ഞാൻ മിണ്ടാതിരിക്കും. അങ്ങനെ ആ ഒരു സമയത്ത് ഒരു റിലേഷൻഷിപ്പ് എനിക്ക് മനസ്സിലാവാൻ തുടങ്ങി, ആൾക്കൊരു വേറൊരു ബന്ധമുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ ഫോണിൽ എനിക്കങ്ങനെ ഒരു സംശയം തോന്നിയിട്ട് ആ ഫോണിൽ നിന്ന് കുറച്ച് വോയിസ് ക്ലിപ്സൊക്കെ എൻ്റെ ഫോണിലേക്ക് മാറ്റി. അപ്പോൾ ഞാൻ ആ ഒരു ഇതിൽ അവരുടെ നമ്പർ എൻ്റെ ഫോണിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം ആളില്ലാത്ത സമയത്ത് ഞാൻ അവരെ വിളിച്ചിട്ട് പറഞ്ഞു, കുറേ കരഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് 5 മക്കളുണ്ട്, എനിക്ക് ഉമ്മയില്ല, ബാപ്പയില്ല, ആരുമില്ല, ദയവേത് എൻ്റെ ജീവിതത്തിൽ ഇനി ഇങ്ങനെ ഇത് തുടർന്ന് പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് അവരെ വിളിച്ചിട്ട് ഒരുപാട് കരഞ്ഞപേക്ഷിച്ചു. പലപ്പോഴും റെൻറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഓണർ വിളിച്ചിട്ട് എന്നെ ചീത്ത വിളിക്കാൻ തുടങ്ങി, എൻ്റെ മക്കളെ ഉപദ്രവിക്കുമെന്ന് പറയാൻ തുടങ്ങി. അതേപോലെ കറണ്ട് ബില്ല് അടക്കുന്നില്ല. ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങ് വന്നപ്പോൾ ഈ റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങളും എല്ലാം കൂടെ എനിക്ക് താങ്ങാൻ പറ്റാതിരുന്നപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞു, എനിക്ക് രാത്രി വീണ്ടും ഉറക്കില്ല, മൈഗ്രെയിനായിട്ട് തീരെ ഒട്ടും പറ്റുന്നില്ല. ആ സമയത്ത് ഞാൻ ബേക്ക് ചെയ്യാറുണ്ടായിരുന്നു, കേക്ക് ഉണ്ടാക്കും. ആളുടെ സമ്മതം ഇല്ലാതെ ഞാൻ കേക്ക് ഉണ്ടാക്കും, ആൾക്കാർക്ക് കൊടുത്ത് ഏകദേശം എനിക്ക് കുറച്ച് കസ്റ്റമേഴ്സ് സർക്കിളൊക്കെ ഉണ്ടായ സമയമാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു സമയത്ത് ഞാൻ എൻ്റെ വീട്ടുകാരോട്
അവർ പറഞ്ഞു, എൻ്റെ ഫ്രണ്ട് പറഞ്ഞു പെട്ടെന്ന് തന്നെ വീട്ടുകാരോട് പറയണം, കാരണം ഇനി ഇത് തുടർന്ന് പോകാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ 17 വർഷമായില്ലേ നീ സഹിക്കുന്നത്, നീ എന്തായാലും വീട്ടുകാരോട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ കസിനെ വിളിച്ച് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞത് നിൻ്റെ ഉപ്പയും ഉമ്മയും മാത്രമേ മരിച്ചിട്ടുള്ളൂ, നമ്മളൊക്കെ നിൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അത് എനിക്കൊരു ധൈര്യമായി. പക്ഷേ എല്ലാവർക്കും എൻ്റെ കൂടെ നിൽക്കാൻ പേടിയായിരുന്നു, കാരണം ആൾ അത്രയും ഭയങ്കര ഒരു ദേഷ്യക്കാരനും പ്രശ്നക്കാരനൊക്കെ ആയത് കാരണം എല്ലാവർക്കും എൻ്റെ കൂടെ നിൽക്കാൻ ഭയമായിരുന്നു. അങ്ങനെ പക്ഷേ ഞാൻ എനിക്ക് വേണ്ടിയിട്ടൊരു തീരുമാനം എടുത്തു. ഇനി ഏതായാലും കൂടുതൽ മുന്നോട്ട് പോയാൽ എൻ്റെ ഹെൽത്ത് ഞാനിങ്ങനെ എന്താ പറയുക ബാക്കിലോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ എൻ്റെ മക്കൾക്ക് വേറെ ആരും ഉണ്ടാവില്ല എന്നുള്ള ഒരു ധാരണയിലെത്തിയപ്പോഴാണ് ഞാൻ ഈ ഒരു ബന്ധം എനിക്ക് വേണ്ടാന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞിട്ട് ആൾ കോൾ ചെയ്യുമ്പോൾ എനിക്കെന്തായാലും ഇത് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല, എങ്ങനെയെങ്കിലും നാട്ടിൽ വന്നിട്ട് ഈ റെൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി തരണമെന്ന് പറഞ്ഞപ്പോൾ ആൾ അതിന് തയ്യാറല്ല. ആൾ ഫോൺ കട്ട് ചെയ്യും, ആൾ വിളിച്ചാൽ എടുക്കില്ല. അങ്ങനെ ഞാൻ ഒരു തീരുമാനം എടുത്ത് വേറൊരു ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക് മാറാൻ വേണ്ടിയിട്ട് എൻ്റെ മക്കളെയും കൊണ്ട് ഇറങ്ങുന്ന സമയത്ത് ഞാൻ കോൾ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, 5 കുഞ്ഞുങ്ങളെയും കൊണ്ട് എനിക്ക് വേറെ എവിടെയും പോകാൻ സ്ഥലമില്ല. എൻ്റെ വീട് പുള്ളിക്കാരൻ ലീസിന് കൊടുത്തിരിക്കുകയായിരുന്നു, അത് എൻ്റെ മാത്രം വീടല്ല, എല്ലാവർക്കും അവകാശമുള്ളതാണ്. അപ്പോൾ ആ വീട്ടിലേക്ക് എനിക്ക് തിരിച്ചു പോകാൻ പറ്റൂല. അപ്പോൾ ഞാൻ എവിടേക്ക് തിരിച്ചു പോകും, എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നീ എന്തെങ്കിലും ആക്കുമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ അതോടും കൂടി ഞാൻ വേറൊരു അപ്പാർട്ട്മെൻറ്റിലേക്ക് കുഞ്ഞുങ്ങളെയും കൊണ്ട് പോവുകയാണ്. അങ്ങനെ പുതിയ അപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നതിന് ശേഷമാണ് ഞാൻ ഒരു തീരുമാനം എടുത്തത്, ഇനി ലീഗലി പ്രൊസീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനം എടുത്തത്. അങ്ങനെ എൻ്റെ വീട്ടുകാരെ എൻ്റെ കൂടെ നിന്നു. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു, ഫിസിക്കൽ അബ്യൂസിനെതിരെ പരാതി കൊടുത്തു, ഡിവോഴ്സ് ആവശ്യപ്പെട്ടിട്ട് ഞാൻ പരാതി കൊടുത്തു. അതിനുശേഷം ഭയങ്കര ഭീഷണിയായിരുന്നു, ഡെയിലി വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തും, എൻ്റെ മക്കളെ നിന്നെ കൊന്നു കളയും, മക്കളെ നിൻ്റെ നേരെ തിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഭീഷണിയായിരുന്നു. പക്ഷേ അതൊക്കെ ഞാൻ ആദ്യം കാര്യമായിട്ട് എടുത്തിട്ടില്ല. പക്ഷേ പിന്നീട് വീണ്ടും എനിക്ക് ഡിപ്രഷൻ സ്റ്റേജായി, വീണ്ടും എനിക്ക് ഉറക്കം നഷ്ടപ്പെടാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ഒരു മൈൻഡ് ട്രാൻസ്ഫോർമേഷൻ കോഴ്സിന് ചേർന്നത്. ആ മൈൻഡ് ട്രാൻസ്ഫോർമേഷൻ കോഴ്സിന് ശേഷമാണ് ഞാൻ ആകെ മാറി മറിയുന്നത്. പിന്നീട് എനിക്ക് എന്നോടുള്ള വിശ്വാസവും എന്നോടുള്ള സ്നേഹവും എനിക്ക് ഒരു ആത്മവിശ്വാസമൊക്കെ വരാൻ തുടങ്ങിയത് കാരണം എനിക്ക് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യാൻ പറ്റി. തുടർന്ന് എൻ്റെ ജീവിതം മാറി മറിയുകയായിരുന്നു. ഒരു മാജിക് പോലെ എനിക്ക് എല്ലാ കാര്യങ്ങളും, അതായത് അതുവരെ കേക്കിൻ്റെ ബേക്കിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ളത്. പെട്ടെന്ന് തന്നെ ഒരു 10K ഫോളോവേഴ്സൊക്കെ ആയി. എൻ്റെ ഞാൻ വർക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എൻ്റെ പാഷനോടുള്ള ഇഷ്ടം കൂടുന്നതിനനുസരിച്ചിട്ട് എല്ലാം മാറി മറിയാൻ തുടങ്ങി. അതുപോലെ തന്നെ എനിക്ക് ലാസ്റ്റ് വുമൻസ് ഡേക്ക് ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ എനിക്ക് ഇന്ന് എൻ്റെ 5 മക്കളെ നന്നായിട്ട് നോക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഹാപ്പിയാണ്, ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും ഹാപ്പിയാണ്. എനിക്ക് നിങ്ങളോട് എൻ്റെ ജീവിതത്തിൽ നിന്ന് പറയാനുള്ളത്, ഞാൻ എങ്ങനെയാണ് മാറിയതെന്ന് വെച്ചാൽ, ഞാൻ എന്നെ വിശ്വസിക്കാൻ തുടങ്ങിയ സമയത്താണ് ഞാൻ മാറിയത്. നമുക്കറിയാം, ഒരു ചേരിയിൽ കിടന്ന ഒരാൾ അമേരിക്കൻ പ്രസിഡൻ്റ് ആയതും, അതേപോലെ കണ്ടക്ടർ ആയിട്ടുള്ള ആൾ ഒരു തെന്നിന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ഒരു നടനായിട്ടുള്ളതും, ന്യൂസ് പേപ്പർ വിറ്റ് നടന്ന ഒരാൾ ഇന്ത്യയുടെ രാഷ്ട്രപതി ആയിട്ടുള്ളതൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ. അതിനൊക്കെ കാരണം എന്താണ്? ലോകം അവരെ അംഗീകരിക്കുന്നതിന് മുന്നേ അവർ സ്വയം അംഗീകരിച്ചു. ലോകം അവരെ വിശ്വസിക്കുന്നതിന് മുന്നേ അവർ സ്വയം വിശ്വസിച്ചു. ലോകം അവരെ ആദരിക്കുന്നതിന് മുന്നേ അവർ സ്വയം ആദരിച്ചു. എല്ലാം തുടങ്ങേണ്ടത് നമ്മുടെ ഉള്ളിൽ നിന്നാണ്. അതുകൊണ്ട് എന്നെപ്പോലെ എല്ലാം സഹിച്ചു പിടിച്ച് നിൽക്കുന്ന നിങ്ങളെ സ്ത്രീകളോടാണ് എനിക്ക് പറയാനുള്ളത്, ഒരാളുടെയും അടിമയല്ല ഞങ്ങൾ, ഒരാളുടെയും കയ്യിലുള്ള കളിപ്പാവയല്ല. നമ്മുടെ ശരീരമായിക്കോട്ടെ, നമ്മുടെ മെൻ്റൽ സ്റ്റേറ്റ് ആയിക്കോട്ടെ, അതൊന്നും ഒരാളുടെയും കയ്യിലെ കളിപ്പാവയല്ല. ധൈര്യമായിട്ട് മുന്നേറുക. ലോകത്ത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. സ്വയം വിശ്വസിക്കുക, സ്നേഹിക്കുക. ഒരു സ്റ്റെപ്പ് ഞങ്ങൾക്ക് വേണ്ടി എടുത്താൽ 2 സ്റ്റെപ്പ് ദൈവം കൂടെ ഉണ്ടാവും, അതോടൊപ്പം ലോകവും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. താങ്ക് യു. ഇംഗ്ലീഷ് പഠിക്കണമെന്ന ആഗ്രഹമുണ്ട്, പക്ഷേ എങ്ങനെ തുടങ്ങും, എവിടെ നിന്ന് തുടങ്ങും എന്ന ചിന്തയിലാണോ നിങ്ങളും? ഇതിനായി ജോഷ് ടോക്സിന്റെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആപ്പിലൂടെ കൃത്യമായ പരിശീലനമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ഡെയിലി ഗ്രാമർ ആൻഡ് വൊക്കാബുലറി ലെസൺസോട് കൂടിയ അൺലിമിറ്റഡ് ആക്സസും നിങ്ങൾക്ക് ലഭിക്കും. കൂടാതെ നിങ്ങളെ പോലുള്ള ലക്ഷക്കണക്കിന് ഇംഗ്ലീഷ് ലേണേഴ്സുമായി സംവദിച്ചുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കും. So, download the app today.